പ്രിയമുള്ളവരെ, അപ്പം എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ട് കുരുമുളക് പൊടി. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, അങ്ങനെ പൊടി കലയിട്ടതൊക്കെ. അത് പൊടി വളർന്ന് ഇത്രയായി. അപ്പം ഇപ്പോഴത്തെ പണിയെന്ന് പറഞ്ഞാൽ പൊടിക്ക് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ഇതുണ്ട് വാഴനാരോ അല്ലെങ്കിൽ പാളവള്ളി. ഇതുണ്ട് പാള, നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന പാളവള്ളിയുണ്ട്. അത് കീറിയെടുത്തിട്ട് ഇങ്ങനെ പൊടി കെട്ടണം. കെട്ടി വന്നിട്ടുണ്ട്. കണ്ടായിട്ട് തളർത്തു ഒന്ന് കീറി അത് കെട്ടി വിട്ടാൽ മതി. അപ്പം മറ്റേ പ്ലാസ്റ്റിക് വള്ളിയൊക്കെ വെച്ചുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് പൊടി മുറി പോകാൻ ചാൻസ്. അപ്പോൾ നമ്മൾ വാഴവള്ളിയോ പാളയുടെ വള്ളിയൊക്കെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇതുണ്ട്. ഇപ്പം കുരുമുളകിന് 700 രൂപ മേളിൽ വിലയായി. 2015-16 700 രൂപ വന്നു. പിന്നെ കഴിഞ്ഞ് വില കുറഞ്ഞായിരുന്നു. ഇപ്പം പിന്നെ വില കൂടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഏലവും മറ്റുള്ള കൃഷിയിലൊക്കെ പോയതുകൊണ്ട് കുരുമുളക് അങ്ങനെ ആരും നോക്കുന്നത്. ഉൽപ്പാദനം കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഉൽപ്പാദനം ഒത്തിരി കുറഞ്ഞു പോയി. അപ്പം വില ഇപ്പോൾ ശകലം മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പിന്നെ കളയൊക്കെ വിട്ടുകൊണ്ട് ഇങ്ങനെ ചൂട്ടി നമ്മൾ പുറയൊക്കെ ഇട്ട് വെച്ചിരുന്നായിരുന്നു. ഈ തണങ്ങ് പോലെ തണങ്ങ് നമ്മുടെ വാഴക്കച്ചിയൊക്കെ വെച്ച് നമ്മളിങ്ങനെ പൊഴിഞ്ഞ് വെക്കും. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉണക്ക് പിടിച്ച് നിർത്തി ഇട്ടുണ്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ വളമെന്ന് പറയുമ്പോൾ ചാണാപ്പൊടി, ഉണക്ക ചാണാപ്പൊടി, പിന്നെ ഇച്ചിരി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ഇതുണ്ടോ, ഇത് കഴിഞ്ഞ വർഷം ഇട്ട പൊടിയാണ്. അപ്പം ഒരു വർഷം കൊണ്ട് എൻ്റെ എൻ്റെ പൊക്കത്തിൻ്റെ ആയിട്ടുണ്ട്. ഇത് നീലമുണ്ടി പൊടിയാണ്. നീലമുണ്ടി എന്ന് പറഞ്ഞൊരു ഇനം കൂടിയാണ്. അതിന് ഇത് നട്ടുപിടിപ്പിച്ചാണ്. അങ്ങനെ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം ഇതുപോലുള്ള പണിയൊക്കെ ചെയ്ത് വീട്ടിലെ കളയൊക്കെ ഒന്ന് പറിച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വിട്ടായിരുന്നു. ഇങ്ങനെ പൊടി വെട്ടി വെച്ചാൽ മതി. പിന്നെ കളയൊന്ന് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഇന്നത്തെ എൻ്റെ പണി. അപ്പം ശരി കൂട്ടുകാരെ, പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.